യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ കർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26, 27, 28 തിരുവചനങ്ങൾ. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു സാബത്ത് ദിവസം, പുതിയൊരു ഞായറാഴ്ച കൂടി നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ദൈവസന്നിധിയിൽ ഈശോ അർപ്പിച്ച പെസഹ ബലിയോട് ചേർത്ത് തൻ്റെ ശരീരവും തൻ്റെ രക്തവും നമുക്ക് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനുമായി തന്നുകൊണ്ട് ദൈവപുത്രനായ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് ആ യേശുവിനെ തന്നെ നമുക്ക് തന്ന ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈ ഞായറാഴ്ച, ഈ സാബത്ത് ദിവസം ദേവാലയത്തിൽ വച്ച് ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടത്, യേശു എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കൂടെ എപ്പോഴും വസിക്കുവാൻ ആ യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് ഞാൻ സ്വീകരിക്കുന്നതെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ ഈശോയുടെ ശരീരവും രക്തവും പാനം ചെയ്യാം. അതിന് സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കട്ടെ, ഈശോ എൻ്റെ കൂടെ ഉണ്ട്, ഈശോ എന്നിൽ തന്നെ ഉണ്ട്. ഞാൻ ഈശോയെയാണ് ദിവ്യബലിയിലൂടെ ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിക്കുമ്പോൾ പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഈശോയെ തന്നെയാണ് എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നതെന്ന് എപ്പോഴും ഉറച്ചു വിശ്വസിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.